ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 5ാമത്തെ യൂണിറ്റ് ആണ്. ഒന്നായി ചേരാം നന്നായി വളരാം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് കേട്ടോ. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നിറവ് കുടുംബശ്രീ യൂണിറ്റിൽ സോപ്പ് ഉണ്ടാക്കുകയാണ്. ഇന്ന് അവധിയായതിനാൽ മാനവ് അമ്മയോടൊപ്പം അവിടെ എത്തി. ഓരോരുത്തരും എണ്ണിയ സോപ്പുകൾ നോക്കൂ. ആദ്യം നമുക്ക് ഒരാൾ എണ്ണിയത് നോക്കാം. ശാന്തയാണ്. ശാന്ത എണ്ണിയത് നോക്കൂ. 10ന്റെ കൂട്ടങ്ങൾ. എത്ര എണ്ണം ഉണ്ട് മക്കളെ? ആദ്യത്തെ ഒരു കൂട്ടം നോക്കൂ. ഈ ഒരു കൂട്ടം, അത് 10 സോപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ 10ന്റെ ഒരു കൂട്ടമാണുള്ളത്. ഒന്നുകൾ 3 എണ്ണവും. അപ്പോൾ ആകെ 10 കൂട്ടണം 3 സമം എത്രയാണ്? 10ലേക്ക് 3 കൂട്ടിയാൽ 13. അടുത്തയാള് ലതയാണ്. ലതയുടെ 10ന്റെ കൂട്ടങ്ങൾ നോക്കൂ മക്കളെ. ആദ്യം ഈ ചുവപ്പ് കൂട്ടം ഒരു 10ന്റെ ആണ്. പിന്നെ ഒരു നീല സോപ്പിന്റെ കൂട്ടങ്ങളുണ്ട് അല്ലേ? വീണ്ടും ഒരു ചുവപ്പിന്റെ കൂട്ടം, വീണ്ടും ഒരു നീലയുടെ കൂട്ടം. അങ്ങനെ 4 10ന്റെ കൂട്ടങ്ങളുണ്ട്. ഒന്നുകൾ എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 എണ്ണം. 5 എണ്ണം. അപ്പൊ ആകെ 4 10 എന്ന് പറയുമ്പോൾ 40. ഒന്നുകൾ 5. 40 കൂട്ടണം 5. ആകെ 45. അടുത്തയാള് നജ്മയാണ്. നജ്മയുടെ 10ന്റെ കൂട്ടങ്ങൾ നോക്കൂ മക്കളെ. ആദ്യത്തേത് ഈ ചുവപ്പും മഞ്ഞയും കൂടെ ഒരു കൂട്ടം, പിന്നെ നീല ഒരു കൂട്ടം, വീണ്ടും ഒരു ചുവപ്പും മഞ്ഞയും കൂടെ വേറൊരു കൂട്ടം, വീണ്ടും ഒരു നീലയുടെ കൂട്ടം, വീണ്ടും ചുവപ്പ് മഞ്ഞ വേറൊരു കൂട്ടം. അങ്ങനെ 10ന്റെ കൂട്ടങ്ങൾ ആകെ 5 എണ്ണമാണ് ഉള്ളത്. ഒന്നുകൾ ഒന്നും തന്നെ ഇല്ല, 0. അപ്പോ 10ന്റെ 5 കൂട്ടങ്ങൾ ചേർന്നാൽ 50 അല്ലേ? 10 5 തവണ കൂട്ടുകയാണ്. അപ്പോൾ 50. 50 കൂട്ടണം 0, ആകെ 50. അടുത്തതായിട്ട് റോസിയുടെ കൂട്ടങ്ങൾ നോക്കാം. റോസി വെച്ച 10ന്റെ കൂട്ടങ്ങൾ നോക്കൂ. 1 2 2 10ന്റെ കൂട്ടങ്ങളും, ഒന്നുകൾ 1 2 3 4 4 ഒന്നുകളുമാണ്. 2 10ന്റെ കൂട്ടങ്ങൾ എന്ന് വെച്ചാൽ 2 തവണ 10 കൂട്ടുക, 20. ഒന്നുകൾ 4, 20 കൂട്ടണം 4 24. അടുത്തതായിട്ട് നിഷയുടെ 10ന്റെ കൂട്ടങ്ങൾ നോക്കൂ. 2 മഞ്ഞയും ഒരു നീലയുമാണ്. അപ്പോൾ 3 കൂട്ടങ്ങൾ. ഒന്നുകൾ ആകെ 2 എണ്ണം. അപ്പോൾ 3 10ന്റെ കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 30 പിന്നെ 2 ഒന്നും. 30 കൂട്ടണം 2 32. റോസിയും ശാന്തയും കൂടി എത്ര സോപ്പുകൾ എണ്ണി വെച്ചു? റോസി എണ്ണിയത് ആകെ 24 എണ്ണമായിരുന്നു. ശാന്ത എണ്ണിയത് 13 എണ്ണമായിരുന്നു അല്ലേ? അപ്പൊ 24 കൂട്ടണം 13. ആദ്യം നമുക്ക് 24നെ 20 കൂട്ടണം 4 എന്ന് വേണമെങ്കിൽ എഴുതാം. 13നെ 10 കൂട്ടണം 3 എന്നും എഴുതാം. 20ഉം 10ഉം കൂട്ടിയാൽ 30, 4ഉം 3ഉം കൂട്ടിയാൽ 7. അപ്പോൾ ആകെ 30 കൂട്ടണം 7 37. ഇത് തന്നെ നമുക്ക് പട്ടികയിൽ തന്നിട്ടുണ്ട്. നോക്കൂ. റോസി എണ്ണിയത് 2 10ന്റെ കൂട്ടങ്ങളും 4 ഒന്നുകളും. അത് 20 കൂട്ടണം 4 24. ശാന്ത എണ്ണിയത് 10 കൂട്ടണം 3 സമം 13. അതായത് 10ന്റെ ഒരു കൂട്ടവും 3 ഒന്നുകളും. പിന്നെ 2 പേരും കൂടി എണ്ണി വെച്ചത് 30 കൂട്ടണം 7 സമം 37 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 3 10ന്റെ കൂട്ടങ്ങൾ, പിന്നെ 7 ഒന്നുകളും. 30 കൂട്ടണം 7 37 ആയില്ലേ? ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യം തന്നെ നമുക്കിവിടെ അതിന് താഴെയായിട്ട് തന്നിട്ടുണ്ട്. 24 കൂട്ടണം 13നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 24നെ നമുക്ക് 20 കൂട്ടണം 4 എന്നും 13നെ നമുക്ക് 10 കൂട്ടണം 3 എന്നും എഴുതാം. അത് തന്നെ നമ്മൾ ഓർഡർ തിരിച്ചൊക്കെ എഴുതുമ്പോൾ 20 കൂട്ടണം 10 കൂട്ടണം 4 കൂട്ടണം 3. 20 കൂട്ടണം 10 നമുക്കറിയാം. 20ഉം 30ഉം ചേർന്നാൽ 20ഉം 10ഉം ചേർന്നാൽ 30. 4ഉം 3ഉം കൂട്ടിയാൽ 7. അപ്പോൾ ഈ 30ഉം 7ഉം കൂടെ കൂട്ടിയാൽ 37. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം. 20 കൂട്ടണം 4 എന്ന് 24നെ, 10 കൂട്ടണം 3 എന്ന് 13നെ എഴുതുക. അത് കണ്ടോ? 20ഉം 10ഉം ഒരുമിച്ച് കൂട്ടുന്നു 30, 4ഉം 3ഉം ഒരുമിച്ച് കൂട്ടുന്നു 37. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ശാന്തയും നജ്മയും കൂടി എത്ര സോപ്പുകൾ എണ്ണി? 13 കൂട്ടണം 50. ശാന്ത 13ഉം നജ്മ 50ഉമാണ്. അപ്പൊ നമുക്ക് 13നെ 10 കൂട്ടണം 3 എന്ന് എഴുതാം. 50നെ 50 തന്നെ. അപ്പൊ 10 കൂട്ടണം 50 എത്രയാണ്? 60. 60 കൂട്ടണം 3 63. ലതയും നിഷയും കൂടി ആകെ എത്ര സോപ്പുകൾ എണ്ണി? ലത എണ്ണിയ സോപ്പുകളുടെ എണ്ണം 45 ആയിരുന്നു. നിഷ എണ്ണിയത് 32. അപ്പോൾ 45നെ നമുക്ക് 40 കൂട്ടണം 5 എന്നും 32നെ 30 കൂട്ടണം 2 എന്നും എഴുതാം. 40 കൂട്ടണം 30 70. 5 കൂട്ടണം 2 7. 70 കൂട്ടണം 7 സമം 77 ആകെ വരുന്നത്. സംഖ്യാമാല.
23 കൂട്ടണം 26. സംഖ്യാമാലയിൽ കാണിച്ചത് നോക്കൂ എങ്ങനെയാണ്. ആദ്യം 20, 10 പച്ചമുത്തുകൾ, 10 മഞ്ഞമുത്തുകൾ, 3 ചുവപ്പ് മുത്തുകൾ. അപ്പോൾ 23 ആയില്ലേ. പിന്നെ 26 എങ്ങനെ എഴുതിയിരിക്കുന്നത്? 10 നീലമുത്തുകൾ, പിന്നെ ഒരു വയലറ്റ് 10 മുത്തുകൾ, 10 വയലറ്റ് മുത്തുകൾ, പിന്നെ അതുപോലെ 6 ചുവപ്പ് മുത്തുകൾ. എല്ലാം കൂടെ എണ്ണി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് അല്ലേ. എത്രയാണ്? 23 കൂട്ടണം 26, 49 വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച രീതിയിൽ എങ്ങനെയും എഴുതാം മക്കളെ. 23-ന് 20 കൂട്ടണം 3 എന്നും, 26-ന് 20 കൂട്ടണം 6 എന്നും എഴുതാം. 20 കൂട്ടണം 20 40 3 കൂട്ടണം 6 9. ഇനി സംഖ്യാമാലയിൽ മുത്തുകൾ വരച്ചു കാണിക്കൂ. എത്രയാണ് വരച്ചു കാണിക്കേണ്ടത്? 14 കൂട്ടണം 25-ൻ്റെയാണ്. 14-നെ നമുക്ക് 10 കൂട്ടണം 4 എന്ന് എഴുതാം. പിന്നെ 25-നെ 2 തവണ 10, 2 തവണ 10ഉം 5 5 ഒന്നുകളും ഞാനത് വരച്ചിട്ടുണ്ട്. മക്കൾ അതുപോലെ വരച്ചു ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉത്തരം 39 എന്ന് കിട്ടുന്നുണ്ട്. സംഖ്യാമാലയിൽ എത്ര മുത്തുകളുണ്ട്? സംഖ്യാമാലയിൽ എത്ര മുത്തുകളുണ്ട് എന്ന് നോക്കൂ മക്കളെ. ആദ്യം ചുവപ്പ് മുത്തുകൾ 10 എണ്ണം, പച്ച മുത്തുകൾ 10 എണ്ണം, വീണ്ടും ചുവപ്പ് മുത്തുകൾ 10 എണ്ണം, നീലമുത്തുകൾ 8 എണ്ണം. അപ്പോൾ 3 10ൻ്റെ കൂട്ടമാകുമ്പോൾ എത്രയായി? 30ആയി. 8 ഒന്നുകൾ കൂടെ ആകുമ്പോൾ 8, 38. 30 കൂട്ടണം 8 38. സംഖ്യാമാലയിലെ സംഖ്യകൾ ഏതൊക്കെയാകാം? ഇതൊക്കെയാണ് മക്കളെ സംഖ്യകൾ. 30ഉം 8ഉം അല്ലേ. മനുവിന് കിട്ടിയ കാർഡ് നോക്കൂ. 32 കൂട്ടണം 13. മാല കോർക്കാൻ എത്ര മുത്തുകൾ വേണം? എത്ര വേണം മക്കളെ? അതിന് 32ഉം 13ഉം കൂട്ടിയാൽ എത്ര എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 32 കൂട്ടണമെങ്കിൽ നമുക്ക് 30 കൂട്ടണം 2 എന്ന് എഴുതാം. 13-ന് നമുക്ക് 10 കൂട്ടണം 3 എന്നും എഴുതാം. 30ഉം 10ഉം കൂട്ടിയാൽ 40, 2ഉം 3ഉം കൂട്ടിയാൽ 5. അപ്പോൾ ആകെ 45 മുത്തുകൾ വേണം. മറ്റു ചിലർക്ക് കിട്ടിയ കാർഡുകളാണ് ചുവടെയുള്ളത്. ഓരോരുത്തർക്കും ആകെ എത്ര മുത്തുകൾ വേണമെന്ന് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, 16 കൂട്ടണം 42. അതായത് 16-നെ നമുക്ക് 10 കൂട്ടണം 6 എന്ന് എഴുതാം. 42-ന് 40 കൂട്ടണം 2. 10 കൂട്ടണം 40 50. 6 കൂട്ടണം 2 8 58. ഇനി 35 കൂട്ടണം 14. 35-നെ 30 കൂട്ടണം 5 എന്നും 14-നെ 10 കൂട്ടണം 4 എന്നും എഴുതാം. 30 കൂട്ടണം 10 40, 5 കൂട്ടണം 4 9. അപ്പോൾ 49. മൂന്നാമത്തേത് 22 കൂട്ടണം 67. 22-നെ നമുക്ക് 20 കൂട്ടണം 2 എന്നും 67-നെ 60 കൂട്ടണം 7 എന്നും എഴുതാം. 20 കൂട്ടണം 60 80. 2 കൂട്ടണം 7 9. 80 കൂട്ടണം 9 89. മാനവും അവിനയും സോപ്പുകൾ അടുക്കി വെച്ചത് നോക്കൂ. അവിനടുക്കി വെച്ചത് നോക്കൂ മക്കളെ. 10-ൻ്റെ എത്ര കൂട്ടങ്ങളുണ്ട്? 10-ൻ്റെ 2 കെട്ടുകളും അതുപോലെ ഒന്നുകൾ എത്ര എണ്ണമുണ്ട്? 7 എണ്ണവും. പിന്നെ അതുപോലെ മാനവിൻ്റെതോ 10-ൻ്റെ ഒരു കൂട്ടവും ഒന്നുകൾ 5 എണ്ണവുമാണ് ഉള്ളത്. 2 പേരും അടുക്കി വെച്ചത് കൂട്ടുമ്പോൾ ആകെ എത്ര കിട്ടി? 4 തവണ 10കളും പിന്നെ 2 ഒന്നുകളുമാണ് കിട്ടിയത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് മക്കളെ? അതായത് അവിനയ്ക്ക് കിട്ടിയിട്ടുള്ള ശരിക്കും അവിനയുടെ സംഖ്യ എന്ന് പറയുന്നത് 2 10ഉം 7 1 എന്ന് പറയുമ്പോൾ 27 മാനവിന് 1 10ഉം 5 1 എന്ന് പറയുമ്പോൾ 15. 2 പേരും കൂടി എത്ര സോപ്പുകൾ അടുക്കി വെച്ചു എന്നറിയാൻ രണ്ടും നമ്മൾ വേറെ വേറെ കൂട്ടി നോക്കണം. ഇങ്ങനെ അവ കൂട്ടുക എന്നതിന് പകരം നമ്മൾ ആ സംഖ്യകളുടെ തുക കണക്കാക്കുക എന്നാണ് പറയുക. കണക്കിൻ്റെ ഭാഷയിൽ തുക കണക്കാക്കുക എന്നാണ് പറയുക. അതായത് 27 കൂട്ടണം 15 നമ്മൾ ചെയ്യണം. 27-നെ നമുക്ക് 2 10ഉം 7 1 എന്ന് എഴുതാം. 15-നെ 1 10ഉം 5 1 എന്നും എഴുതാം. നമ്മളിത് 10കളും 1കളും ഒരുമിച്ച് എഴുതുമ്പോൾ 27-ൻ്റെ 2 10ഉം 15-ൻ്റെ 1 10ഉം പിന്നെ അതിലേക്ക് 27-ൻ്റെ 7 1ഉം 15-ൻ്റെ 5 1ഉം കൂട്ടുക. 2 പേരും കൂടി എത്രയായി? 3 10ഉം 12 1ഉം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 12 ഒന്നുകളിൽ എന്തുകൂടെ ഉണ്ട്? 1 10ഉം 2 1 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 10ലേക്ക് നമ്മൾ ഇനി ഈ 12-ലെ 1 10ഉം 2 1ഉം കൂടെ കൂട്ടുക. അതായത് 3 10 എന്ന് പറയുമ്പോൾ 30. 30 കൂട്ടണം 12 ചെയ്യണം. 30-നെ 12-നെ നമ്മൾ 10 കൂട്ടണം 2 എന്ന് മാറ്റി എഴുതുന്നു. അപ്പോൾ 30 കൂട്ടണം 10 കൂട്ടണം 2. 30 കൂട്ടണം 10 40. 40-ലേക്ക് 2 കൂടെ കൂട്ടുമ്പോൾ 42. ആകെ തുക 42. ഇതിൽ തന്നെ നമുക്ക് മറ്റൊരു രീതിക്ക് ചെയ്യാം. 10കൾ ആദ്യം കൂട്ടുക. അതായത് 27-ലെ 2 10ഉം 15-ലെ 1 10ഉം കൂട്ടുക. അപ്പോൾ ആകെ 3 10. 20 കൂട്ടണം 10 30. ഒന്നുകൾ കൂട്ടിയാലോ?
27-ലെ 7 15-ലെ 5 കൂട്ടിയാൽ 12. 12-നെ നമ്മൾ ഒരു 10 2 1 എന്ന് എഴുതുന്നു. അപ്പോൾ ആകെ 7 കൂട്ടണം 3 കൂട്ടണം 2. അതായത് 12-നെ നമ്മൾ 7 കൂട്ടണം 3 കൂട്ടണം 2 എന്ന് എഴുതുന്നു. അത് 10 കൂട്ടണം 2 12 എന്ന് കിട്ടുന്നു. അതായത് ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? 4 10 2 1. 40 കൂട്ടണം 2 42. ഇങ്ങനെയും ഇത് ചെയ്യാം. എത്ര സോപ്പ്? ആകെ എത്ര സോപ്പ് കണക്കാക്കി എഴുതൂ. ആദ്യത്തേതിൽ നോക്കൂ, 10-ന്റെ 3 കൂട്ടങ്ങളും ഒന്നുകൾ 6 ഉള്ളത്. രണ്ടാമത്തേതിൽ 10-ന്റെ 4 കൂട്ടങ്ങളും 6 എത്ര എണ്ണമുണ്ട്? 7 ഉള്ളത്. അപ്പോൾ ഒന്നാമത്തേതിലെ സംഖ്യ എന്ന് പറയുന്നത് 10കൾ 1 6കൾ 1 അല്ലേ? അപ്പോൾ 10കൾ 3 6കൾ 1 അപ്പോൾ 36 സംഖ്യ. രണ്ടാമത്തെ കൂട്ടത്തിൽ 4 10കളും 7 1കളും അതായത് 47 സംഖ്യ. അപ്പോൾ 36 കൂട്ടണം 47 നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? ആദ്യം നമുക്ക് 36-നെ 30 കൂട്ടണം 6 എന്ന് എഴുതാം. 47-നെ 40 കൂട്ടണം 7 എന്ന് എഴുതാം. 30 കൂട്ടണം 40 70 6 കൂട്ടണം 7 13. ഇനി ഈ 13-നെ നമുക്ക് 10 കൂട്ടണം 3 എന്ന് എഴുതാം. അതായത് 70 കൂട്ടണം 10 കൂട്ടണം 70 കൂട്ടണം 10 കൂട്ടണം 3. അപ്പോൾ ആകെ 80 കൂട്ടണം 3 സമം 83 ആകെ സോപ്പുകളുടെ എണ്ണം. കട്ടകൾ കൊണ്ട് കളിക്കാം. ഹരിത, അൻഷിത്, നിത, അജൽ എന്നിവർ കട്ടകൾ കൊണ്ട് കളി തുടങ്ങി. ഹരിതയ്ക്കും അൻഷിതിനും കിട്ടിയ കട്ടകളുടെ ചിത്രം നോക്കൂ മക്കളെ. 2 പേർക്കും കൂടി ആകെ എത്ര കട്ടകളാണ് കിട്ടിയത്? ആദ്യം ഹരിതയുടേത് നോക്കാം. ഹരിതയ്ക്ക് നോക്കൂ, ആദ്യം ഓറഞ്ച് കട്ടകൾ 10 ഉണ്ട്, പച്ച 10, നീല 10, പിന്നെ മഞ്ഞ 8, പിന്നെ അതുപോലെ ചുവപ്പ് 2. അപ്പോൾ ആകെ 8ഉം ഈ 2ഉം കൂടെ കൂട്ടിയാൽ എത്രയായി മക്കളെ? 10 അല്ലേ? അപ്പോൾ ചുവപ്പ് 10, പച്ച 10, നീല 10, അതിലേക്ക് മഞ്ഞയുടെ 8ഉം ഈ ചുവപ്പിൻ്റെ അവസാനത്തെ ചുവപ്പിൻ്റെ 2ഉം കൂടെ കൂട്ടിയാൽ 10. അങ്ങനെ 4 10കൾ. അപ്പോൾ ആകെ 40. അൻഷിതിന് കിട്ടിയത് നോക്കൂ. പച്ച കട്ടകൾ 10, ചുവപ്പ് കട്ടകൾ 10, മഞ്ഞ കട്ടകൾ 6. അപ്പോൾ പച്ചയും ചുവപ്പും 2 10കൾ കൂട്ടിയാൽ 20, അതിലേക്ക് ഒരു 6 കൂടെ കൂട്ടിയാൽ 26. ഇനി 2 പേർക്കും കൂടെ ആകെ എത്ര കിട്ടിയെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 40 കൂട്ടണം 26 ചെയ്യണം. 40ലേക്ക് 26 കൂട്ടുമ്പോൾ എങ്ങനെ ചെയ്യാം? 40-ന് 40 എന്ന് തന്നെ എഴുതാം. 26-നെ നമുക്ക് 20 കൂട്ടണം 6 എന്ന് മാറ്റി എഴുതാം. 40 കൂട്ടണം 20 60. 60 കൂട്ടണം 6 66. അപ്പോൾ 2 പേർക്കും കൂടെ ആകെ കിട്ടിയ കട്ടകൾ 66. നിതയ്ക്കും അജലിനും കൂടി 68 കട്ടകൾ കിട്ടി. ഏത് ഗ്രൂപ്പാണ് കളിയിൽ ജയിച്ചത്? അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ഗ്രൂപ്പിന് കിട്ടിയത് 66. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് നിതയ്ക്കും അജലിനും കൂടി കിട്ടിയത് 68. സ്വാഭാവികമായിട്ടും 68 വലിയ സംഖ്യ. അപ്പോൾ നിതയും അജലുമാണ് ജയിച്ചത്. അവർക്ക് എത്ര കട്ടകൾ കൂടുതൽ കിട്ടി? എങ്ങനെ കണക്കാക്കി? ആദ്യത്തെ ഗ്രൂപ്പിന് 66ഉം രണ്ടാമത്തെ ഗ്രൂപ്പിന് 68ഉമാണ്. അപ്പോൾ എത്ര കൂടുതൽ കിട്ടിയെന്നറിയാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. അതായത് 68 കുറയ്ക്കണം 66. 68-ൽ നിന്ന് 66 കുറയ്ക്കുമ്പോൾ 2 കട്ടകളാണ് കൂടുതൽ കിട്ടിയത്. നിതയ്ക്കും അജലിനും കിട്ടിയ കട്ടകൾ എത്രയൊക്കെ ആകാം? അതായത് അവർക്ക് ആകെ കിട്ടിയത് 68 കട്ടകളായിരുന്നു. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വീതം വെച്ച് കൊടുക്കാം എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. 2 സംഖ്യകളാണ് 2 പേർക്കും കിട്ടിയത്. അത് 2ഉം കൂടെ കൂട്ടുമ്പോൾ 68 കിട്ടണം. അപ്പം ഞാൻ ആദ്യം എഴുതിയത് നോക്കൂ. നിതയ്ക്ക് 34, അജലിനും 34, 2 പേർക്കും 34. 34-നെ നമുക്ക് 30 കൂട്ടണം 4 എന്ന് എഴുതാം. 30 കൂട്ടണം 4 നിതയുടെ 34 കൂട്ടണം അജലിൻ്റെ 30 കൂട്ടണം 4. 30 കൂട്ടണം 30 60. 4 കൂട്ടണം 4 8. 60 കൂട്ടണം 8 68. ഇനി നിങ്ങളുടെ ചങ്ങാതി കണക്കാക്കിയത് എങ്ങനെയാവാം? അത് നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ ചങ്ങാതി എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈ കോളത്തിൽ എഴുതി കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കളിയിൽ 1-ാം ഗ്രൂപ്പിന് 48 കട്ടകൾ കിട്ടി. ഹരിതയ്ക്ക് കിട്ടിയതിനേക്കാൾ 4 കൂടുതലായിരുന്നു അൻഷിതിന് കിട്ടിയത്. എങ്കിൽ ഹരിതയ്ക്ക് കിട്ടിയ കട്ടകൾ എത്ര? അൻഷിതിന് കിട്ടിയ കട്ടകൾ എത്ര? അപ്പോൾ അവർക്ക് ആകെ കിട്ടിയത് 48 അല്ലേ? ഹരിതയ്ക്ക് കിട്ടിയതിനേക്കാൾ 4 കൂടുതലായിരുന്നു അൻഷിതിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അൻഷിതിന് കൂടുതൽ കിട്ടിയത് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് നോക്കാം. അതായത് ആകെ 48 കട്ടകളായിരുന്നു. അതിൽ കൂടുതൽ വന്നത് എന്താണ്? ഒരാൾക്ക് 2 പേർക്കും തുല്യമാണെങ്കിൽ അതിൽ കൂടുതൽ വന്നത് ആർക്കാണ്?
അൻഷിതിന് 4 എണ്ണം കൂടുതലാണ്. അപ്പോൾ ഈ 4 എണ്ണം കൂടുതലുള്ള 4 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും തുല്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അൻഷിതിന് 4 എണ്ണം കൂടുതലാണ് ഹരിതയേക്കാൾ എന്ന് പറയുമ്പോൾ ഹരിതയുടെ ആ 4 എണ്ണം, അൻഷിതിനും കിട്ടിയ ആ 4 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഹരിതയ്ക്കും അൻഷിതിനും തുല്യമായിട്ടുള്ള രീതിക്കാണ് കട്ടകൾ കിട്ടിയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 48ൽ നിന്ന് ആദ്യം 4 കുറയ്ക്കാം. കൂടുതലുള്ള ഈ 4 കുറയ്ക്കുക. 48 കുറയ്ക്കണം 4, 44. ഇനി ഈ 44നെ രണ്ടുപേർക്കും തുല്യമായി ആദ്യം വീതിച്ചു കൊടുക്കുക. 44ൻ്റെ പകുതി കാണുക എന്ന് നമ്മൾ അതിന് പറയും. 44നെ തുല്യമായി വീതിക്കുമ്പോൾ, അല്ലെങ്കിൽ 44ൻ്റെ പകുതി എന്ന് പറയുന്നത് 22ആണ്. ഹരിതയ്ക്ക് 22, അൻഷിതിനും 22. ഇനി അൻഷിതിന് 4 എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആ 4 എണ്ണം കുറച്ച 4 കട്ടകൾ അൻഷിതിനേക്ക് കൂടെ കൊടുക്കുക. 22 കൂട്ടണം 4 അൻഷിതിന്, അതായത് 26. അപ്പോൾ ഹരിതയ്ക്ക് 22, അൻഷിതിന് 26. ഇനി രണ്ടും കൂടെ കൂട്ടി നോക്കൂ, എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. 22 കൂട്ടണം 26. 22നെ നമുക്ക് 20 കൂട്ടണം 2 എന്നും 26നെ നമുക്ക് 20 കൂട്ടണം 6 എന്നും എഴുതാം. 20 കൂട്ടണം 20 40 2 കൂട്ടണം 6 8. ആകെ 48 ആവുന്നുണ്ട്. ഈ ആകെ കട്ടകളെ 10ൻ്റെയും 1ൻ്റെയും കൂട്ടമാക്കി വെച്ചാൽ 10ൻ്റെ എത്ര കൂട്ടമുണ്ടാകും, ഒന്നുകൾ എത്രയുണ്ടാകും? ആകെ കട്ടകൾ 48 ആയിരുന്നു. 48നെ നമുക്ക് 10ൻ്റെയും 8ൻ്റെയും കൂട്ടങ്ങളാക്കി 1ൻ്റെയും കൂട്ടങ്ങളാക്കിയാൽ ആകെ 4 10കളും 8 ഒന്നുകളുമാണ് ഉള്ളത്. അതായത് 10ൻ്റെ 4 കൂട്ടങ്ങൾ, 1ൻ്റെ 8 കൂട്ടങ്ങൾ. രണ്ടാം ഗ്രൂപ്പിന് ആകെ 27 കട്ടകൾ കിട്ടി. നിതയ്ക്ക് കിട്ടിയതിനേക്കാൾ 5 എണ്ണം കുറവായിരുന്നു അജലിന് കിട്ടിയത്. എങ്കിൽ നിതയ്ക്ക് കിട്ടിയ കട്ടകളുടെ എണ്ണം എത്ര, അജലിന് കിട്ടിയ കട്ടകളുടെ എണ്ണം എത്ര? അപ്പോൾ നേരത്തെ ഹരിതയേക്കാൾ അൻഷിതിന് 4 എണ്ണം കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആകെ ഉള്ളതിൽ നിന്ന് ആ കൂടുതലുള്ളത് നമ്മൾ കുറച്ച് നോക്കി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 27നേക്കാൾ കുറവാണ് 5 എണ്ണം ആർക്കും നിതയ്ക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 27ൽ നിന്ന് ഈ കുറവുള്ള 5 ഒന്ന് കുറച്ച് നോക്കാം. രണ്ടുപേർക്കും തുല്യമായിട്ട് വീതിക്കാൻ വേണ്ടിയിട്ടാണത്. അജലിന് കുറവുള്ള ഈ 5 ഒന്ന് നമുക്ക് കുറച്ച് നോക്കാം. 27 കുറയ്ക്കണം 5, 22. ഇനി 22നെ തുല്യ ഭാഗങ്ങളാക്കുക. രണ്ടുപേർക്കും തുല്യമായി വീതിക്കുക. അതായത് 22ൻ്റെ പകുതി കാണുക. 22ൻ്റെ പകുതി 11. അപ്പോൾ രണ്ടുപേർക്കും അജലിനും നിതയ്ക്കും കിട്ടിയത് 11 വീതം. ഇനി നിതയുടെ കട്ടകളേക്കാൾ 5 കുറവാണ് അജലിന് എന്ന് പറഞ്ഞു അല്ലേ? അത് തന്നെ നമുക്ക് വേറൊരു രീതിക്ക് എങ്ങനെ പറയാം? രണ്ടുപേർക്കും ഇപ്പോൾ തുല്യമായിട്ട് കിട്ടി. അപ്പോൾ അജലിൻ്റെ കട്ടകളേക്കാൾ 5 കൂടുതലാണ് നിതയ്ക്ക് ഉണ്ടാവുക എന്ന് പറയാം അല്ലേ? രണ്ടും ഒന്നാണ്. നിതയുടെ കട്ടകളേക്കാൾ 5 കുറവാണ് അജലിന് എന്ന് പറയുന്നതും അജലിൻ്റെ കട്ടകളേക്കാൾ 5 കൂടുതലാണ് നിതയ്ക്ക് എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ്. അപ്പോൾ നിതയ്ക്ക് നമുക്ക് 5 കട്ടകൾ കൂടെ കൂട്ടിക്കൊടുക്കാം. നമ്മൾ കുറച്ച് വെച്ച 5 കട്ടകൾ നിതയുടെ കട്ടകളിലേക്ക് കൂട്ടുക. 11 കൂട്ടണം 5 16. അപ്പോൾ ആകെ എത്രയായി? 16 കൂട്ടണം 11. 16ന് നമുക്ക് 10 കൂട്ടണം 6 എന്നും 11നെ 10 കൂട്ടണം 1 എന്നും എഴുതാം. 10 കൂട്ടണം 10 20. 6 കൂട്ടണം 1 7. 20 കൂട്ടണം 7 27. സോപ്പ് വാങ്ങാം. നജ്മയിൽ നിന്ന് 13 സോപ്പുകൾ മിയ വാങ്ങി. അതിൻ്റെ ഇരട്ടി എണ്ണം മോഹിത് വാങ്ങി. നജ്മയ്ക്ക് ആകെ എത്ര സോപ്പ് ചിലവായി? അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം മക്കളെ? മിയ വാങ്ങിയ സോപ്പുകളുടെ എണ്ണം 13. മോഹിത് വാങ്ങിയ സോപ്പുകളുടെ എണ്ണം എന്താണ്? 13ൻ്റെ ഇരട്ടി, അഥവാ 13 2 തവണ കൂട്ടുന്നതിന് തുല്യം. 13 കൂട്ടണം 13. 13 കൂട്ടണം 13 നമുക്ക് എങ്ങനെ എഴുതാം? 13നെ നമുക്ക് 10 കൂട്ടണം 3 എന്ന് എഴുതാം. 10 കൂട്ടണം 3 കൂട്ടണം 10 കൂട്ടണം 3. 10 കൂട്ടണം 10 20. 3 കൂട്ടണം 3 6. ആകെ മോഹിത് വാങ്ങിയത് 26 സോപ്പുകൾ. എങ്കിൽ നജ്മയ്ക്ക് ആകെ ചിലവായ സോപ്പുകൾ എത്രയാണ്? മിയ വാങ്ങിയ 13ഉം മോഹിത് വാങ്ങിയ 26ഉം. 13 കൂട്ടണം 26. 13നെ നമുക്ക് 10 കൂട്ടണം 3 എന്നും 26നെ 20 കൂട്ടണം 6 എന്നും എഴുതാം. 10 കൂട്ടണം 20 30. 3 കൂട്ടണം 6 9. ആകെ 39 സോപ്പുകളാണ് നജ്മയ്ക്ക് ചിലവായത്. ഇനി നമുക്കിവിടെ കുറച്ച് സോപ്പുകൾ അടുക്കി വെച്ച ചിത്രം തന്നിട്ടുണ്ടല്ലേ? ഇങ്ങനെ സോപ്പ് അടുക്കി വെക്കണം. 10 സോപ്പ് അടുക്കി വെച്ചാലുള്ള ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കൂ. ഇപ്പോൾ ആകെ എത്ര സോപ്പുകളുണ്ട്? 1 2 3 4 5 6 സോപ്പുകളുണ്ട്. ഇനി 4 സോപ്പുകൾ കൂടെ വെച്ചാലേ 10 ആവുകയുള്ളൂ. അപ്പം എന്ത് ചെയ്താൽ മതി? ഏറ്റവും താഴെ 4 സോപ്പുകൾ കൂടെ വരച്ചു കൊടുക്കുക. ഈ 3ൻ്റെ താഴെ 4 സോപ്പുകൾ കൂടെ വരച്ചു കൊടുക്കുക. ഇതുപോലെ 7 അട്ടികൾ വെച്ചാൽ എത്ര സോപ്പുകൾ ഉണ്ടാകും?
അതായത് താഴേക്ക് 7 അട്ടികൾ വേണം. മുകളിൽ 1, അതിന് താഴെ 2, അതിന് താഴെ 3, അതിന് താഴെ 4, അതിന് താഴെ 5, അതിന് താഴെ 6, അതിന് താഴെ 7. അപ്പോൾ ആകെ എത്രയുണ്ടാവും? 7 കൂട്ടണം 6 കൂട്ടണം 5 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 1. ആകെ 28 സോപ്പുകൾ ഉണ്ടാവും. 10 അട്ടി വെച്ചാലോ? 10 അട്ടി ആവുമ്പോൾ അതിന് താഴേക്ക് 8 കൂട്ടണം 7 കൂട്ടണം കഴിഞ്ഞിട്ട് പിന്നെ 8 കൂട്ടണം 9 കൂട്ടണം 10. ആകെ 85 സോപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. എങ്ങനെ കണക്കാക്കി? ചങ്ങാതിയോട് പറയൂ. അപ്പം നമ്മൾ കണക്കാക്കിയ രീതി കണ്ടല്ലോ മക്കളെ. തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ കൂട്ടി നോക്കുക. തുടർച്ചയായുള്ള സംഖ്യകൾ കൂട്ടി നോക്കുക. 1 2 3 അങ്ങനെ തുടർച്ചയായി കൂട്ടി നോക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ ചങ്ങാതിയോട് പറഞ്ഞു കൊടുക്കാം. മനസ്സിൽ കണക്കാക്കാം, പറയാം. നിതയുടെ അമ്മ സോപ്പ് വാങ്ങാൻ 45 രൂപ കൊടുത്തു. നിതയുടെ കയ്യിൽ 8 രൂപ ഉണ്ടായിരുന്നു. ആകെ എത്ര രൂപയായി? അതായത് 8 രൂപ എന്ന് പറഞ്ഞാൽ 5 രൂപയും 3 രൂപയും കൂടെ ചേർന്നതാണല്ലോ. ഞാൻ 45 രൂപയോട് 5 കൂട്ടി, അപ്പോൾ 50 രൂപയായി. ഈ 50 രൂപയോട് ബാക്കിയുള്ള 3 രൂപ കൂട്ടി, അപ്പോൾ ആകെ 53 രൂപ എന്ന് കിട്ടി. ഇനി മറ്റേയാൾ എന്താ പറഞ്ഞത്? 45 കൂട്ടണം 8 എന്നതിന് നമുക്ക് 40 കൂട്ടണം 5 കൂട്ടണം 8 എന്ന് എഴുതാം. അതായത് 40 കൂട്ടണം 5 കൂട്ടണം 8 എന്ന് പറഞ്ഞാൽ 13. ഇനി 13നെ നമുക്ക് 10 കൂട്ടണം 3 എന്ന് എഴുതാം. അപ്പോൾ ആകെ 40 കൂട്ടണം 10 കൂട്ടണം 3. 40 കൂട്ടണം 10 50 ആണ്. 50 കൂട്ടണം 3 53 അങ്ങനെയാണ് മറ്റേയാൾ കണക്കാക്കിയത്. ഉത്തരം പറയാമോ? അമ്മ 58 സോപ്പ് പെട്ടിയിലാക്കി. ഞാൻ 2 കൂടി ആ പെട്ടിയിൽ വെച്ചു. അമ്മ വീണ്ടും 9 വെച്ചു. ഇപ്പോൾ പെട്ടിയിൽ ആകെ എത്ര സോപ്പുകളുണ്ട്? ആകെ 58 സോപ്പാണ് പെട്ടിയിലാക്കിയത്. എന്നിട്ട് അതിലേക്ക് 2 കൂടെ വെച്ചു. 58 കൂട്ടണം 2 60 പിന്നെ ശേഷം അതിലേക്ക് ഒരു 9 വെച്ചു. 60 കൂട്ടണം 9 69 സോപ്പാണ് ആകെ ആയത്. രണ്ടാമത്തെ ആൾ പറയുന്നത് നോക്കൂ. 12 രൂപയോട് 3 രൂപ ചേർന്നപ്പോൾ 15 രൂപയായി. 12 രൂപയോട് 8 രൂപ ചേർന്നാൽ എത്രയാകും? അപ്പോൾ 12ലേക്ക് 8 കൂട്ടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ 12ലേക്ക് 3 കൂട്ടിയാൽ 15 നമുക്ക് കിട്ടി. പിന്നെ ഒരു 5ൻ്റെ കൂടെ ബാക്കിയുള്ളൂ അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 3 കൂട്ടണം 5 അല്ലേ? അപ്പോൾ 8ൻ്റെ ഒരു 5ൻ്റെ കുറവ് കൂടെ ഉള്ളൂ. അപ്പോൾ 15 കൂട്ടണം 5 ആകെ 20 രൂപയാണ് ആയത്. മനസ്സിൽ കണക്കാക്കിയ രീതി. 28 കൂട്ടണം 36 മനസ്സിൽ തന്നെ കണക്കാക്കിയത് എങ്ങനെയാണെന്ന് അടയാളമിടൂ. ഇവിടെ ഒരുപാട് മെത്തേഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നോക്കൂ. ആദ്യം 28നെ നമ്മൾ അതുപോലെ 36നെയും 20 കൂട്ടണം 30 കൂട്ടണം 30 എന്ന് എഴുതി. ആദ്യം 28ലെ 20ഉം 36ലെ 30ഉം അങ്ങനെ 50. 28ലെ 8ഉം 36ലെ 6ഉം കൂടെ കൂട്ടിയാൽ 14. 50 കൂട്ടണം 14 64. 28 കൂട്ടണം 2 ആദ്യം ചെയ്തു 30 പിന്നെ 30 കൂട്ടണം 34 ചെയ്തു 64. അതല്ലെങ്കിൽ 36 കൂട്ടണം 4 ആദ്യം ചെയ്യുക. അപ്പോൾ 40 കിട്ടി. പിന്നെ 40ലേക്ക് 24 കൂട്ടുക, അപ്പോൾ 64. അതും അല്ലെങ്കിൽ 28 കൂട്ടണം 30 ആദ്യം ചെയ്യുക. അപ്പോൾ 58. 58ലേക്ക് ബാക്കിയുള്ള 36ലെ 6 കൂടെ കൂട്ടുക, അപ്പോൾ 64. ഇതല്ലെങ്കിൽ മറ്റൊരു രീതി എന്താണ്? 28നെ 20 കൂട്ടണം 8 എന്നും 36നെ 30 കൂട്ടണം 6 എന്നും എഴുതി. എന്നിട്ട് 20 കൂട്ടണം 30 ആദ്യം ചെയ്തു 50. പിന്നെ 8 കൂട്ടണം 6 14 ആകെ 64. ഇതിൽ നിങ്ങൾ മനക്കണക്കാക്കി ചെയ്ത രീതി ഏതാണോ അതിന് ടിക്കറ്റ് കൊടുക്കുക. പാർക്കിലെത്തിയ മാനവും അവിനയും ചായക്കടയിലെ ബോർഡ് കണ്ടു. അവിന പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 രൂപയുണ്ട്, അതിനെന്തൊക്കെ വാങ്ങാൻ പറ്റും? ചായക്കടയിലെ ബോർഡ് നോക്കൂ. ഇലയട 13 രൂപ, കൊഴുക്കട്ട 10 രൂപ, സമൂസ 8 രൂപ, പഴംപൊരി 12 രൂപ, പിസ്സ 22 രൂപ, ജ്യൂസ് 20 രൂപ, ചായ 10 രൂപ. അപ്പോൾ നമ്മുടെ അവിന പറയുകയാണെങ്കിൽ എനിക്ക് ജ്യൂസും ചായയും കൊഴുക്കട്ടയും കിട്ടും. അതായത് ജ്യൂസിന് എത്രയായി? ജ്യൂസിന് 20 രൂപയാണ്. പിന്നെ ചായയ്ക്ക് എത്രയാണ് മക്കളെ? 10 രൂപയാണ്. പിന്നെ അതുപോലെ കൊഴുക്കട്ടയ്ക്ക് 10 രൂപയാണ്. അപ്പോൾ 20 കൂട്ടണം 10 കൂട്ടണം 10. 20ലേക്ക് 10 കൂട്ടിയാൽ 30, 30ലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ 40. ഇനി മാനവ് എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും വാങ്ങുക? ഇഷ്ടമുള്ള അത്ര സാധനങ്ങൾ വാങ്ങാം, പക്ഷേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40 വരണം എന്നേ ഉള്ളൂ. ഒരു പിസ്സ വാങ്ങി. പിസ്സയ്ക്ക് 22 രൂപയാണ്. പിന്നെ ഒരു സമൂസ വാങ്ങി. അപ്പോൾ എത്രയായി മക്കളെ? 22 കൂട്ടണം 8 30. പിന്നെ ഒരു ചായയും വാങ്ങി. അപ്പോൾ 30 കൂട്ടണം 10 എത്രയായി? 40. പലതരം കളികളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഊഞ്ഞാലാട്ടമാണ്. ഊഞ്ഞാലാട്ടത്തിന് 25 രൂപ കൊടുക്കണം. സൈക്കിളോട്ടത്തിന് 17 രൂപ കൊടുക്കണം. കാറോട്ടത്തിന് 28 രൂപ കൊടുക്കണം. അവിന ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് കാറോട്ടത്തിനും പോയി. രണ്ടിനും കൂടി എത്ര രൂപ വേണ്ടി വരും? ഊഞ്ഞാലാട്ടത്തിന് വേണ്ടത് 25ആണ്. കാറോട്ടത്തിന് വേണ്ടത് 28ആണ്. അതായത് 25 കൂട്ടണം 28 ചെയ്ത് നോക്കണം.
25-ന് നമുക്ക് 20 കൂട്ടണം 5 എന്ന് എഴുതാം. 28-ന് 20 കൂട്ടണം 8 എന്ന് എഴുതാം. 20 കൂട്ടണം 20 40, 5 കൂട്ടണം 8 13. ഇനി ഈ 13-നെ നമുക്ക് 10 കൂട്ടണം 3 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ 40 കൂട്ടണം 10 50, 50 കൂട്ടണം 3 53 രൂപയാണ് ആകെ ആയത്. കളിബോർഡിൽ എഴുതിയ സംഖ്യകൾ ഇങ്ങനെയാണ്. മുകളിലത്തെ സംഖ്യ ഒരു കളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 8 കൂട്ടണം 9 ആണ്. 10 30 40 50 70 80 90. ഈ നിറം കൊടുത്ത കളത്തിൽ 40 കൂട്ടണം 8 സമം 48 വരും. അതായത് നമ്മൾ ഇവിടെ ക്രോസ് ആയിട്ടാണ് കൂട്ടേണ്ടത്. അതായത് 10-നെ 3 കൊണ്ട് കൂട്ടിയത് ഇവിടെ എഴുതി, 10-നെ 5 കൊണ്ട് കൂട്ടിയത് തന്നെ തൊട്ടടുത്തുള്ള കളത്തിൽ എഴുതണം, 5-ന് താഴെ. അപ്പോൾ 10 കൂട്ടണം 5 15, 10 കൂട്ടണം 8 18, 10 കൂട്ടണം 9 19. ഇനി ബാക്കി സംഖ്യകൾ നോക്കാം. 30 കൂട്ടണം 3 33, 30 കൂട്ടണം 5 35, 30 കൂട്ടണം 8 38, 30 കൂട്ടണം 9 39. പിന്നെ 40 കൂട്ടണം 3 43, 40 കൂട്ടണം 5 45, 40 കൂട്ടണം 8 48, 40 കൂട്ടണം 9 49. 50 കൂട്ടണം 3 53, 50 കൂട്ടണം 5 55, 50 കൂട്ടണം 8 58, 50 കൂട്ടണം 9 59. 70 കൂട്ടണം 3 73, 70 കൂട്ടണം 5 75, 70 കൂട്ടണം 8 78, 70 കൂട്ടണം 9 79. 80 കൂട്ടണം 3 83, 80 കൂട്ടണം 5 85, 80 കൂട്ടണം 8 88, 80 കൂട്ടണം 9 89. അവസാനത്തേത് 90 ആണ്. 90 കൂട്ടണം 3 93, 90 കൂട്ടണം 5 95, 90 കൂട്ടണം 8 98, 90 കൂട്ടണം 9 99. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. സ്കൂൾ സ്റ്റോറിൽ നിന്നും അവിനയും മാനവും പുസ്തകങ്ങൾ വാങ്ങി. അവിന വാങ്ങിയ പുസ്തകങ്ങൾക്ക് 24 രൂപയും 23 രൂപയുമായിരുന്നു വില. മാനവ് വാങ്ങിയത് 32 രൂപയുടെയും 16 രൂപയുടെയും പുസ്തകങ്ങളാണ്. ആരാണ് കൂടുതൽ രൂപ കൊടുത്തത്? എത്ര രൂപ കൂടുതൽ? അവിന വാങ്ങിയ പുസ്തകങ്ങളുടെ വില 24ഉം 23ഉമാണ്. അപ്പോൾ 24-നെ നമുക്ക് 20 കൂട്ടണം 4 എന്ന് എഴുതാം. 23-നെ നമുക്ക് 20 കൂട്ടണം 3 എന്ന് എഴുതാം. 20 കൂട്ടണം 20 40 ആണ്. 4 കൂട്ടണം 3 7 ആണ്. ആകെ 47 രൂപയാണ് അവിനയ്ക്ക് ആയത്. ഇനി മാനവിൻ്റേത് നോക്കൂ. മാനവിന് വാങ്ങിയ പുസ്തകങ്ങളുടെ വില ഒന്നിന് 32ഉം ഒന്നിന് 16ഉം. 32-നെ നമുക്ക് 30 കൂട്ടണം 2 എന്ന് എഴുതാം. 16-നെ 10 കൂട്ടണം 6 എന്ന് എഴുതാം. 30 കൂട്ടണം 10 40, 2 കൂട്ടണം 6 8. അപ്പോൾ 48 ആണ് ആകെ. ഏറ്റവും കൂടുതൽ വിലയായത് മാനവിനാണ്. ബലൂണുകൾക്ക് നിറം കൊടുക്കൂ. ഒരേ തുകയുള്ള ബലൂണുകൾക്ക് ഒരേ നിറം കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ക്രിയകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരേ ഉത്തരം വരുന്നവയ്ക്ക് ഒരേ നിറം കൊടുക്കാം. നമുക്ക് ആദ്യം ഓരോന്നായി ചെയ്ത് നോക്കാം. ആദ്യത്തേത് നോക്കൂ. 46 കൂട്ടണം 46. അപ്പോൾ അതിനെ നമുക്ക് 40 കൂട്ടണം 6, 40 കൂട്ടണം 6 എന്ന് എഴുതാം. 40 കൂട്ടണം 40 80, 6 കൂട്ടണം 6 12, 80 കൂട്ടണം 12. പിന്നെ 12-നെ നമുക്ക് 10 കൂട്ടണം 2 എന്ന് എഴുതാം. അപ്പോൾ 80 കൂട്ടണം 10 കൂട്ടണം 2, 80 കൂട്ടണം 10 90, 90 കൂട്ടണം 2 92. ഇനി 28 കൂട്ടണം 17. 28-നെ നമുക്ക് 20 കൂട്ടണം 8 എന്നും 17-നെ 10 കൂട്ടണം 7 എന്നും എഴുതാം. 20 കൂട്ടണം 10 30, 8 കൂട്ടണം 7 15. പിന്നെ 15-നെ 10 കൂട്ടണം 5 എന്ന് എഴുതാം. അപ്പോൾ 30 കൂട്ടണം 10 കൂട്ടണം 5, 30 കൂട്ടണം 10 40, 40 കൂട്ടണം 5 45. അടുത്തത് 22 കൂട്ടണം 48. ഇവിടെ 22-നെ ആദ്യം 20 കൂട്ടണം 2 എന്നും 48-നെ 40 കൂട്ടണം 8 എന്നും എഴുതാം. 20 കൂട്ടണം 40 60, 2 കൂട്ടണം 8 10, 60 കൂട്ടണം 10 70. അടുത്ത ബലൂണ് 35 കൂട്ടണം 35. 35-നെ 30 കൂട്ടണം 5, 30 കൂട്ടണം 5 എന്ന് എഴുതാം. 30 കൂട്ടണം 30 60, 5 കൂട്ടണം 5 10, 60 കൂട്ടണം 10 70. 30 കൂട്ടണം 15. 30-നെ 30 എന്നും 15-നെ 10 കൂട്ടണം 5 എന്നും എഴുതാം. 30 കൂട്ടണം 10 40, 40 കൂട്ടണം 5 45. 80 കൂട്ടണം 12. 12-നെ നമുക്ക് 10 കൂട്ടണം 2 എന്ന് എഴുതാം. 80 കൂട്ടണം 10 90, 90 കൂട്ടണം 2 92. 39 കൂട്ടണം 39 കൂട്ടണം 53. 39-നെ 30 കൂട്ടണം 9 എന്നും 53-നെ 50 കൂട്ടണം 3 എന്ന് എഴുതാം. 30 കൂട്ടണം 50 80, 9 കൂട്ടണം 3 12, 80 കൂട്ടണം 12. 12-നെ നമുക്ക് 10 കൂട്ടണം 2 എന്ന് എഴുതാം. 80 കൂട്ടണം 10 90, 90 കൂട്ടണം 2 92. 19 കൂട്ടണം 26 അടുത്തത്. 19-നെ നമുക്ക് 10 കൂട്ടണം 9 എന്നും 26-നെ 20 കൂട്ടണം 6 എന്ന് എഴുതാം. 10 കൂട്ടണം 20 30, 9 കൂട്ടണം 6 15. 15-നെ നമുക്ക് 10 കൂട്ടണം 5 എന്ന് എഴുതാം. 30 കൂട്ടണം 10 40, 40 കൂട്ടണം 5 45. 53 കൂട്ടണം 17.
53-നെ 50 കൂട്ടണം 3 എന്നും 17-നെ 10 കൂട്ടണം 7 എന്നും എഴുതാം. 50 കൂട്ടണം 10 60, 3 കൂട്ടണം 7 10 അപ്പോൾ 60 കൂട്ടണം 10 70. ഇതിൽ ഒരേ ഉത്തരം വരുന്ന ബലൂണുകൾക്ക് ഞാൻ ഒരേ നിറം നൽകിയിട്ടുണ്ട്. ചതുരക്കണക്കുകൾ. ഓരോന്നിൻ്റെയും തുക അതാത് കളത്തിൽ എഴുതൂ. നമുക്കിവിടെ 38 തന്നിട്ടുണ്ട്. 38ലേക്ക് 8 കൂട്ടിയാൽ 46. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് 38ലേക്ക് 22 കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. 38ലേക്ക് എങ്ങനെ 22 കൂട്ടാം? 38നെ നമുക്ക് 30 കൂട്ടണം 8 എന്നും 22നെ 20 കൂട്ടണം 2 എന്നും എഴുതാം. 30 കൂട്ടണം 20 50 8 കൂട്ടണം 2 10 അപ്പം 50 കൂട്ടണം 10 60 ഇവിടെ വരിക. പിന്നെ അടുത്തത് 38ലേക്ക് 12 കൂട്ടുക. 38നെ 30 കൂട്ടണം 8 എന്ന് എഴുതാം. 12നെ 10 കൂട്ടണം 2 എന്ന് എഴുതാം. 30 കൂട്ടണം 10 40 8 കൂട്ടണം 2 10 അപ്പോൾ 40 കൂട്ടണം 10 50 ഇവിടെ വരിക. അവസാനത്തേത് 18 കൂട്ടുക. 38ലേക്ക് 18 കൂട്ടുക. 38നെ 30 കൂട്ടണം 8 എന്നും 18നെ 10 കൂട്ടണം 8 എന്നും എഴുതാം. 30 കൂട്ടണം 10 40, 8 കൂട്ടണം 8 16, പിന്നെ 40 കൂട്ടണം 10 കൂട്ടണം 6 16 നമുക്ക് 10 കൂട്ടണം 6 എന്ന് എഴുതാം. 40 കൂട്ടണം 10 50 50 കൂട്ടണം 6 56. അടുത്ത ചതുരങ്ങളിൽ 75ലേക്കാണ് കൂട്ടേണ്ടത്. ആദ്യം 75ലേക്ക് നമുക്ക് 15 കൂട്ടണം. 75നെ 70 കൂട്ടണം 5 എന്നും 15നെ 10 കൂട്ടണം 5 എന്നും എഴുതാം. 70 കൂട്ടണം 10 80, 5 കൂട്ടണം 5 10 അപ്പോൾ 80 കൂട്ടണം 10 90. 75ലേക്ക് 18 കൂട്ടുക. 75നെ 70 കൂട്ടണം 5 എന്നും 18നെ 10 കൂട്ടണം 8 എന്നും എഴുതാം. 70 കൂട്ടണം 10 80, 8 കൂട്ടണം 5 13, 13നെ നമുക്ക് 10 കൂട്ടണം 3 എന്ന് എഴുതാം. അപ്പോൾ 80 കൂട്ടണം 10 കൂട്ടണം 3 80 കൂട്ടണം 10 90, 90 കൂട്ടണം 3 93. പിന്നെ 75 കൂട്ടണം 25. 75ലേക്ക് 25 കൂട്ടുക. അതായത് 75നെ 70 കൂട്ടണം 5 എന്നും 25നെ 20 കൂട്ടണം 5 എന്നും എഴുതാം. 70 കൂട്ടണം 20 90, 5 കൂട്ടണം 5 10 അപ്പോൾ 90 കൂട്ടണം 10 100 ഉത്തരം. ഈ ചതുരങ്ങളിൽ അവസാനത്തേത് 75ലേക്ക് 23 കൂട്ടാനാണ്. 75നെ 70 കൂട്ടണം 5 എന്നും 23നെ 20 കൂട്ടണം 3 എന്നും എഴുതാം. 70 കൂട്ടണം 20 90, 5 കൂട്ടണം 3 8 അപ്പോൾ 98 ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. ഒരേ നിറമുള്ള കളത്തിലെ സംഖ്യകൾ കൂട്ടി നടുക്കുള്ള കളത്തിൽ എഴുതുക. ഇവിടെ ഒരേ നിറമുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 39ഉം 29ഉം അല്ലേ? ആദ്യം നമുക്ക് 39 കൂട്ടണം 29 ചെയ്യാം. 39നെ 30 കൂട്ടണം 9 എന്നും 29നെ 20 കൂട്ടണം 9 എന്നും എഴുതാം. 30 കൂട്ടണം 20 50, പിന്നെ 9 കൂട്ടണം 9 18. 50ലേക്ക് നമുക്ക് 18നെ 10 കൂട്ടണം 8 എന്ന് എഴുതി ചേർക്കാം. 50 കൂട്ടണം 10 60, 60 കൂട്ടണം 8 68. ഇനി 45 കൂട്ടണം 23 ചെയ്ത് നോക്കൂ. 45നെ 40 കൂട്ടണം 5 എന്നും 23നെ 20 കൂട്ടണം 3 എന്നും എഴുതാം. 40 കൂട്ടണം 20 60, 5 കൂട്ടണം 3 8 അപ്പോൾ 60 കൂട്ടണം 8 68. അപ്പോൾ നടുവിലുള്ള കളത്തിൽ 68 സംഖ്യ വരുന്നത്. പിന്നെ അടുത്ത ചതുരത്തിൽ നോക്കൂ. 26ഉം 56ഉം 44ഉം 38ഉം. 26ഉം 86ഉം ആദ്യം കൂട്ടാം. 26നെ നമുക്ക് 20 കൂട്ടണം 6 എന്നും 56നെ 50 കൂട്ടണം 6 എന്നും എഴുതാം. 20 കൂട്ടണം 50 70, 6 കൂട്ടണം 6 12, 70 കൂട്ടണം 12നെ 10 കൂട്ടണം 2 എന്ന് എഴുതാം. 70 കൂട്ടണം 10 80, 80 കൂട്ടണം 2 82. ഇനി അത് തന്നെയാണോ 44 38ഉം കൂട്ടിയാൽ കിട്ടുക എന്ന് നോക്കാം. 44നെ 40 കൂട്ടണം 4 എന്നും 38നെ 30 കൂട്ടണം 8 എന്നും എഴുതാം. 40 കൂട്ടണം 30 70, 4 കൂട്ടണം 8 12, 70 കൂട്ടണം 12നെ 10 കൂട്ടണം 2 എന്ന് എഴുതാം. അപ്പോൾ 70 കൂട്ടണം 10 കൂട്ടണം 2, 70 കൂട്ടണം 10 80, 80 കൂട്ടണം 2 82. ശരിയാണല്ലേ? അപ്പോൾ രണ്ടിലും ഇവിടെ കളത്തിൽ വരുന്നത്, നടുവിലുള്ള കളത്തിൽ വരുന്നത് 82. അടുത്തത് നോക്കൂ. മുകളിലത്തേതുപോലെ മറ്റു 2 അക്ക സംഖ്യകൾ കളത്തിൽ എഴുതുക. ആ സംഖ്യകൾ കൂട്ടി നടുക്കുള്ള കളത്തിൽ എഴുതുക. അപ്പോൾ ഒരേ കളറുള്ള കളങ്ങളിൽ കൂട്ടുന്ന സംഖ്യകൾ എന്തായിരിക്കണം? ആ 2 ഇതും കൂട്ടുമ്പോൾ നമുക്ക് നടുവിലുള്ള സംഖ്യ 1 തന്നെയാണ് കിട്ടേണ്ടത്. പല രീതിക്ക് നമുക്കത് ചെയ്യാം. പല സംഖ്യകൾ ഉത്തരം വരുന്നത് പോലെ ഞാൻ ചെയ്യുന്നത് നോക്കൂ. ആദ്യം നീല കളങ്ങളിൽ ഞാൻ 24 26 എന്നെഴുതി. 24 കൂട്ടണം 26 ചെയ്യുമ്പോൾ എന്ത് വരും? 24നെ നമുക്ക് 20 കൂട്ടണം 4 എന്നും 26നെ 20 കൂട്ടണം 6 എന്നും എഴുതാം. 20 കൂട്ടണം 20 40, 4 കൂട്ടണം 6 10, 40 കൂട്ടണം 10 50 ഉത്തരം വരുന്നത്. നടുവിൽ 50 ഉത്തരം വരുന്ന ഉത്തരം തുക ചെയ്യുമ്പോൾ ഉത്തരം 50 വരുന്ന മറ്റ് 2 സംഖ്യകൾ വേണം നമ്മൾ ഇനി 2 ഓറഞ്ച് കളങ്ങളിൽ എഴുതാനായിട്ട്.
30 20. ഞാൻ 30ഉം 20ഉം ആണ് എഴുതിയിട്ടുള്ളത്. 30 കൂട്ടണം 20 കൂട്ടി നോക്കുമ്പോൾ 50 വരുന്നത്. ഇനി രണ്ടാമത്തെ ചതുരങ്ങളിൽ എങ്ങനെ ചെയ്യാം? ആദ്യം ഞാൻ ഈ നീല കളങ്ങളിൽ 11 24 11 23 എന്നീ സംഖ്യകൾ എടുക്കുന്നു. 11ഉം 23ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്താണ്? ഉത്തരം 11ന് 10 കൂട്ടണം 1 എന്നും 23നെ 20 കൂട്ടണം 3 എന്നും എഴുതാം. 10 കൂട്ടണം 20 30 1 കൂട്ടണം 3 4. ഉത്തരം 34. ഇനി 34 ഉത്തരം വരുന്ന രീതിക്ക് വേണം രണ്ട് സംഖ്യകൾ നമ്മൾ ഈ മഞ്ഞ കളങ്ങളിൽ എഴുതാനായിട്ട്. മുകളിലെ കളത്തിൽ ഞാൻ 24 എന്നും താഴെയുള്ള കളത്തിൽ ഞാൻ 10 എന്നും എഴുതുന്നു. 24 കൂട്ടണം 10 34. അപ്പം ഇങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് പല സംഖ്യകൾ ഇതുപോലെ ചെയ്തു നോക്കാവുന്നതാണ്. വരക്കണക്കുകൾ നോക്കൂ മക്കളെ, ഇവിടെ പല സംഖ്യകളിൽ നിന്ന് പല സംഖ്യകളിലേക്ക് വര വരച്ചു കൊടുത്തിട്ടുണ്ട്. ചേർത്ത് വരച്ചിരിക്കുന്നത് കൂട്ടി നോക്കൂ. ചേർത്ത് വരച്ചിരിക്കുന്ന രണ്ട് സംഖ്യകൾ കൂട്ടി നോക്കാനാണ്. ഒരെണ്ണം നോക്കൂ, 32 കൂട്ടണം 34. ആദ്യം ഈ എൽ ഷേപ്പിൽ വരച്ചിട്ടുള്ള വരയാണ്. 32ലേക്ക് 34 കൂട്ടിയാൽ എത്ര ഉത്തരം വരും? 32നെ നമുക്ക് 30 കൂട്ടണം 2 എന്നും 34നെ 30 കൂട്ടണം 4 എന്നും എഴുതാം. 30 കൂട്ടണം 30 60, 2 കൂട്ടണം 4 6. അപ്പം 60 കൂട്ടണം 6 66 ഉത്തരം. കിട്ടിയ സംഖ്യകൾ ഇവിടെ എഴുതുക. നമുക്ക് ഈ ഓരോന്നും യോജിപ്പിച്ച് കിട്ടുന്ന ഉത്തരങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. ആദ്യത്തേത് നമുക്ക് കിട്ടി 66. പിന്നെ നമുക്ക് 30 കൂട്ടണം 47 ചെയ്ത് നോക്കാം. 30ലേക്ക് 47 കൂട്ടുമ്പോൾ 47നെ നമുക്ക് 40 കൂട്ടണം 7 എന്ന് എഴുതാം. 30 കൂട്ടണം 40 70. 70 കൂട്ടണം 7 77. 12 10. 12ലേക്ക് 10 കൂട്ടിയാൽ 12നെ നമ്മൾ 1 കൂട്ടണം 2 എന്ന് എഴുതുന്നു. 10 കൂട്ടണം 2 എന്ന് എഴുതുന്നു. അപ്പോൾ 10 കൂട്ടണം 10 20. 20 കൂട്ടണം 2 22. പിന്നെ 24 64. 24ന് 20 കൂട്ടണം 4 എന്നും 64നെ 60 കൂട്ടണം 4 എന്നും എഴുതുന്നു. 20 കൂട്ടണം 60 80. 4 കൂട്ടണം 4 8. അപ്പോൾ ഉത്തരം 88. 18 81. 18നെ നമ്മൾ 10 കൂട്ടണം 8 എന്നും 81നെ 80 കൂട്ടണം 1 എന്നും എഴുതുന്നു. 10 കൂട്ടണം 80 90. 1 കൂട്ടണം 8 9. ഉത്തരം 99. അവസാനത്തേത് 20 24. 24നെ നമുക്ക് 20 കൂട്ടണം 4 എന്ന് എഴുതാം. 20 കൂട്ടണം 20 കൂട്ടണം 4. 20 കൂട്ടണം 20 40. പിന്നെ ഈ 4 കൂടെ കൂട്ടുക, 44 ഉത്തരം. സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പറയൂ, എഴുതൂ. പ്രത്യേകതയുണ്ട്. എല്ലാ ഉത്തരങ്ങളും ഒരേ അക്കങ്ങളാണ് വരുന്നത് അല്ലേ? ഉത്തരങ്ങളെല്ലാം ഒരേ അക്കങ്ങളാണ് വരുന്നത്. 22 77 66 അങ്ങനെ ഒരേ അക്കങ്ങളാണ് വരുന്നത്. ഇതുപോലുള്ള മറ്റു രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 21 കൂട്ടണം 12. 21ലും 12ഉം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 33 കിട്ടുന്നത്. 41 കൂട്ടണം 14. 41ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 55 കിട്ടുന്നുണ്ട്. രണ്ടക്കങ്ങളും ഒന്ന് തന്നെയാണ് വരുന്നത് അല്ലേ? അക്കങ്ങൾ ആവർത്തിക്കുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്ര എണ്ണം ഉണ്ട് മക്കളെ? 11 22 33 44 55 66 77 88 99 9 സംഖ്യകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്